അതുകൊണ്ടാണ് ജ്ഞാനം 5:19 വിശുദ്ധിയാണ് അജയമായ പരിച. വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അശുദ്ധിയും വിശുദ്ധിയും തമ്മിൽ തിരിച്ചറിയാനുള്ള തൊഴിലുണ്ടാവുകയുള്ളൂ. ലേഖർ 10:10 വിശുദ്ധവും അവിശുദ്ധവും ശുദ്ധവും അശുദ്ധവും നിങ്ങൾ വേർതിരിച്ചറിയണം. നിങ്ങൾ വേർതിരിച്ചറിയണം. ഇപ്പൊ അറിയാത്ത കാര്യം എന്തുകൊണ്ടാണ്? നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് നടക്കുന്നു. സാധാരണ കൂടെ നമ്മളും നടക്കണം. പലരെല്ലാം നമ്മുടെ വിശ്വാസത്തിലാണ് ഒക്കെ വചനമാണെന്നാണ്. ഇല്ല, അവൻ വചനം ഉപയോഗിക്കും. ഈശ്വരനൊക്കെ ചെല്ലില്ല. ലൂക്ക 4:1-14 വചനം. ഈശോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് 40 ദിവസം അവിടെ പോയി ഉപവസിച്ചിട്ട് വരുമ്പോ ആരാണ് ആദ്യം കണ്ടുമുട്ടുന്നത്? ആദ്യം ചോദിക്കണ എന്താണ്? നീ കല്ല്. അപ്പൊ അവനെവിടെയാ സ്വർഗം? അവന് ഒറ്റ ആഗ്രഹമുള്ളൂ, ലോകത്തിന്റെ മാത്രമേ ഉള്ളൂ. ലോകം അവന്റെ പിടിയിലാണ്. കണ്ടോ? അപ്പം ബന്ധന പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇരിക്കാം കേട്ടോ. ബന്ധന പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇരിക്കാം. ലോകത്തിന് മുഴുവൻ ഇരുന്നു ബന്ധന പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുകയാണ്. കാരണം നമ്മൾ വചനത്തിനുണ്ടെങ്കിൽ മാത്രമേ അവന് കിടക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വീട്ടുകളൊന്നും ചെറിയല്ല, ബന്ധനമൊന്നുമില്ല. അവന്റെ കൂടെയല്ലേ കിടക്കുന്നത്, അല്ലേ? ലൂക്ക 12:17 അന്തഃഛിദ്രമുള്ള ഭവനം എന്തുവരും നാശിച്ചിരിക്കും. അന്തഃഛിദ്രമുള്ള രാജ്യം നശിക്കും. പ്രാർത്ഥനയില്ലാത്ത വീട് ക്രമേണ നശിക്കുള്ളൂ, പെട്ടെന്ന് നശിക്കുകയല്ല, ക്രമേണ. ഇവിടെ പ്രഭാഷ 27:3-4 ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ ഭവനം അതിവേഗം നശിക്കുന്നു. ഈ ഒരാഴ്ച പ്രാർത്ഥിക്കാതെ വീട്ടിലിരിക്കുന്നു. അടുത്ത ആഴ്ച വന്ന് നോക്കാം നിങ്ങൾക്ക് എന്തെല്ലാം ഗുണമുണ്ടാവും. 2 കൊരിന്ത്യർ 12:20 8 നല്ല ഗുണങ്ങളുണ്ടാവും പ്രാർത്ഥിക്കാതിരിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടും. ഞാനും പ്രാർത്ഥിച്ചത് നമ്മൾ ഒരുപോലെ ആയിരിക്കും. പിന്നെ കലഹം, അസൂയ, കോപം, മാത്സര്യം, അപവാദം, പരദൂഷണം, അഹന്തയും അസ്വസ്ഥതയും 8 ഗുണമുണ്ടാവും നാം പ്രാർത്ഥിക്കാതിരുന്നാല്. അപ്പൊ സാധാരണ സന്തോഷമായിരിക്കും. എന്റെ മകളെ എന്റെ മോനെ പറഞ്ഞാൽ കൂടെ നടക്കും. കണ്ടോ? അതുകൊണ്ടാണ് മാർക്കോസ് 9:29 പ്രാർത്ഥന ഉപവാസം ഉണ്ടെങ്കിൽ ഈ വർഗമെല്ലാം വിട്ടുപോകും. അപ്പൊ ഈശോ പ്രാർത്ഥിച്ചിട്ട് വന്നപ്പോ ഈശോനെ പരീക്ഷിക്കാൻ വന്ന ആരാണ്? സാത്താൻ. അവൻ ചോദിക്കുന്ന അപ്പൊ ഈശോ പറഞ്ഞ മറുപടി എന്താണ്? മത്തായി 4:4 ലൂക്ക 4:4 യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. കേട്ടോ? ഓരോ വാക്കും നിങ്ങൾക്കെല്ലാം 1 കോടി രൂപ തരികയാണ്. ഇന്ന് തോന്നുന്നതായിട്ട് നാളെ നിങ്ങൾ കാണുമോ? എല്ലാം ഷോപ്പിംഗ് ആയിരിക്കും, അടിപൊളിയായിരിക്കും, ഇല്ലേ? ഉള്ള കാശ് മുഴുവൻ കൊണ്ട് അപ്പം ബ്രാൻഡിക്കൽ അഡ്വൈസ് കൊടുക്കും. ഈ ആളത്തെ മാറി. കണ്ടോ? വചനമുണ്ടെങ്കിലോ എന്നും സമാധാനമാണ്. മരണമുണ്ട്. വചനമുണ്ടെങ്കിൽ യോഹന്നാൻ 8:51 മരണമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കയില്ല. വചനമില്ലാത്തവരുടെ മരണത്തെ പേടി കലർക്കയില്ലേ? ഇപ്പൊ ഒരു വേദന നോക്കട്ടെ നെഞ്ചിന്. എന്ത് കരച്ചിലായിരിക്കും. അപ്പൊ മരിച്ചുപോയാലും വചനമാണെന്ന് ഭയമുണ്ടാവുമോ? ഇല്ല. അപ്പൊ വചനമാണ് എല്ലാം നമ്മൾ ശുദ്ധീകരിക്കുന്നത്. ഇതുകൊണ്ടാണ് സംഖ്യ 23:23 യാക്കോബിന് ഒരു അഭിചാരം എത്തിയില്ല, ഒരു മന്ത്രശക്തി ഒന്നും ലോകത്തിന്റെ ഒന്നും എത്തിയില്ല, ഒരു പിശാചിനെ തൊടാൻ സാധിക്കില്ല. കാരണം യേശുവിന്റെ നാമം പറഞ്ഞാലും ആ നിമിഷത്തിൽ എല്ലാം വിട്ടുപോകുന്നു. നമ്മുടെ നാവ് ജെറമ്യ 15:19 ദൈവത്തിന്റെ നാവായിട്ട് മാറ്റിയെടുക്കുന്ന കർത്താവ്. സത്ത് പറഞ്ഞാൽ പറയുന്ന നാവ്. നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ പുനഃസ്ഥാപിക്കുന്നു. നീ വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകുന്നു. കണ്ടോ? അവ നമ്മൾ കൃപകൾ ഉപയോഗിച്ച് വരുമ്പോൾ നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കും. ലൂക്ക 11:33-34 വനന്ന് വായിച്ച് കണ്ണുകളെ നിയന്ത്രിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കണ്ണ് വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വെക്കാറില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വെക്കുന്നത്.
കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ശരീരം മുഴുവൻ പ്രകാശിച്ചിരിക്കുന്നു. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. കണ്ണ് ദുഷിച്ചതെങ്കിലും ശരീരം മുഴുവൻ ഇരുണ്ടുപോയി കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഇരുളടഞ്ഞ ഒരു ഭാഗവും ഇല്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിന്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമാണ്. ഒരു തുള്ളി മതി എല്ലാം ദുഷിപ്പിക്കാനായിട്ട്. ഒന്ന് കുടിഞ്ഞ സഞ്ചയ ആറ് ഒറ്റ തുള്ളി മതി വിളക്ക് 5:9. നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല. അല്പം പൊളിപ്പോൾ മുഴുവൻ മാവിനെയും പൊളിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? കേട്ടോ, ഒരു തുള്ളി മതി. അപ്പൊ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നാം ബന്ധന പ്രാർത്ഥന നടത്തുമ്പോൾ എല്ലാ ബന്ധനങ്ങളും പെട്ടുപോകും. സങ്കീർത്തനം 44:5 സങ്കീർത്തനം 2:9. അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളിവിട്ടുന്നു. ഞങ്ങളെ ആക്രമിക്കുന്നവരെ അങ്ങയുടെ നാമം വിളിച്ചാൽ ഞങ്ങൾ ശ്രമിച്ചു കൊടുക്കുന്നു. പ്രവാചകൻ 14:4 ഇരുട്ട് കണ്ടുകൊണ്ട് നീ അവരെ തകർക്കും. മൺപാത്രത്തിൽ എന്ന് പറയും നീ അവരെ അടിച്ചൊടുക്കും. വചനമാണ്. സങ്കീർത്തനം 18 8 തൊട്ട് 13 വനത്തില്, സങ്കീർത്തനം 118 10 തൊട്ട് 12 വനത്തില് എല്ലാം ബന്ധനമാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുള്ള ബന്ധങ്ങളാണ്. അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപടലം ഉയർന്നു. വായിൽ നിന്ന് സംഹാരാഗ്നി പുറപ്പെട്ടു. കനലുകൾ കത്തിജ്വലിച്ചു. ആകാശം ചായച്ച് അവിടുന്ന് ഇറങ്ങി വന്നു. കൂരിരുട്ടിന്മേൽ അവിടുന്ന് പാദം ഉറപ്പിച്ചു. കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു വന്നു. കാറ്റിന്റെ ചെറുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു. അന്ധകാരം കണ്ട് അവിടുന്ന് ആവരണം ചമച്ചു. ജലം നിറഞ്ഞ കാലമേഖലയെ കൊണ്ട് വിധാനം നൽകി. 22:22 വെളിപ്പാട് 3:7 ബന്ധന പ്രാർത്ഥനയാണ്. ദാവീദ് ഭവനത്തിന് താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചുകൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ജോബ് 12:14 അവിടുന്ന് നശിപ്പിച്ചാൽ ആർക്കും പുനരുദ്ധരിക്കാൻ കഴിയില്ല. അവിടുന്ന് ബന്ധിച്ചാൽ ആർക്കും മോചിപ്പിക്കാൻ കഴിയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 25 10 തൊട്ട് 12 വനത്തിലും കർത്താവിന്റെ കരം ഈ പർവ്വതത്തിൽ വിശ്രമിക്കും. ചാണകക്കുഴിയിൽ വൈക്കോൽ എന്ന പോലെ മൊവാബ് അവിടെ ചവിട്ടി മുക്തപ്പെടും. നീന്തക്കാരൻ നീന്താൻ കൈവിരിക്കുന്നത് പോലെ അവൻ അതിന്റെ മധ്യത്തിൽ നിന്ന് കൈ നീട്ടും. എന്നാൽ കർത്താവും അവന്റെ അഹങ്കാരവും കരങ്ങളുടെ സാമർത്ഥ്യവും ഒന്നുപോലെ നശിപ്പിക്കും. അവന്റെ ഉന്നതമായ കോട്ടകളെ അവരുടെ തകർത്ത് താഴെയിട്ട് പൊടിയാക്കി കഴിയും. യെശയ്യാ പ്രവാചകൻ 14 24 തൊട്ട് 27 വരെയുള്ള തിരുവനന്തപുരത്തില് സൈന്യങ്ങളുടെ കർത്താവ് ശബ്ദം ചെയ്തിരിക്കുന്നു. ഞാൻ തീരുമാനിച്ചതുപോലെ സംഭവിക്കും. ഞാൻ നിശ്ചയിച്ചത് നിറവേറും. എന്റെ ദേശത്തുള്ള അസീറിയക്കാരനെ ഞാൻ തകർക്കും. എന്റെ പർവ്വതത്തിൽ ഞാൻ അവനെ ചവിട്ടി നിൽക്കും. അവന്റെ മുഖം അവനിൽ നിന്ന് നീങ്ങിപ്പോകും. അവരുടെ തോളിൽ നിന്ന് അവന്റെ ഭാരം ഭൂമി മുഴുവനെയും സംബന്ധിക്കുന്ന നിശ്ചയമാണ്. എല്ലാ ജനതകളുടെയും മേൽ നീട്ടപ്പെട്ടിരിക്കുന്ന കരം ഇതാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് നിശ്ചയിച്ചത്. ആർക്ക് അതിനെ ദുർബലമാക്കാൻ കഴിയും? അവിടുന്ന് കരം നീട്ടിയിരിക്കുന്നു. ആർക്ക് അതിനെ പിന്തിരിപ്പിക്കാൻ കഴിയും? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 1 തൊട്ട് 7 വനത്തില് ആകാശം പിളർന്നാണ്. കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. അഗ്നിയാൽ വിറക് എരിയുകയും വെള്ളം തിളക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടിപ്പിറക്കട്ടെ. ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ. അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുന്നിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അങ്ങയുടെ പാതയിൽ അങ്ങയെ അനുസ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു. വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധിനെ പോലെ, ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. ഇര പോലെ ഞങ്ങൾ കൊഴിയുന്നു. കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല. അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തില് 27 തൊട്ട് 33 വനത്തില് അവിടുത്തെ കോപം കൊണ്ട് ജ്വലിച്ചു. കനത്ത പുക വഹിച്ചുകൊണ്ടും ഇതാ കർത്താവിന്റെ നാമം ദൂരെ നിന്ന് വരുന്നു. അവിടുത്തെ അധരങ്ങൾ രോഷാകുലമാണ്. അവിടുത്തെ നാവ് ദഹിപ്പിക്കുന്ന അഗ്നി പോലെയുമാണ്. കവിഞ്ഞൊഴുകുന്നതും
കൊഴുത്ത് വരെ എത്തുന്നതും നദിക്ക് തുല്യവുമാണ് അവിടുത്തെ ശ്വാസം. അത് ജനതകളെ നാശത്തിന്റെ അടിക്കൽ അടിക്കുന്നു. അവരുടെ താടിയിൽ വഴുതി തിരിയുന്ന കടിഞ്ഞാൻ ധരിക്കുന്നു. ഉത്സവ രാത്രിയിൽ എന്ന പോലെ നിങ്ങൾ ഗാനം ആരംഭിക്കും. ഇസ്രായേലിന്റെ രക്ഷാശിനിയായ കർത്താവിന്റെ പർവ്വതത്തിലേക്ക് കുഴൽനാഥത്തിനൊക്കെ പോകുമ്പോൾ എന്ന പോലെ നിങ്ങൾ ഹൃദയത്തിൽ ആരംഭിക്കുന്നു. ശുക്രകോപത്തിലും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയിലും ഇടിമുഴക്കത്തിലും കൺമണിയിലും കർത്താവ് പ്രേരിക്കാൻ കരം വീശുന്നത് നിങ്ങൾ കാണിക്കുകയും അവിടുത്തെ ഗംഭീര ശബ്ദം നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു. കർത്താവ് തന്റെ ദണ്ഡ് കൊണ്ട് പ്രഹരിക്കുമ്പോൾ അവിടുത്തെ സ്വരം കേട്ട് അസീറിയർ ഭയവിഹുലരായിത്തീരുന്നു. ശിക്ഷാദണ്ഡ് കൊണ്ട് കർത്താവ് അടിക്കുന്ന ഓരോ അടിയോടും കൂടെ തപ്പിന്റെയും കിന്നരത്തിന്റെയും നാദമുണ്ട്. കരം ചുഴറ്റി അവിടെ അവർ യുദ്ധം ചെയ്തു. ദഹിപ്പിക്കാനുള്ള സ്ഥലം പണ്ടേ ഒരുക്കിയിട്ടുണ്ട്. രാജാവിന് വേണ്ടിയാണ് അത് ഒരുക്കിയിരിക്കുന്നത്. അതിന് ചിത ആഴമേറിയതും വിസ്താരമുള്ളതുമാണ്. അഗ്നിയും വരകൾ ധാരാളം കരുതിയിട്ടുണ്ട്. കർത്താവിന്റെ വിശ്വാസം ഒരു ഗന്ധക നദി പോലെ അനുഭവിക്കുന്നു. വെളിപ്പാട് 20:7-10 വരത്തിലും സങ്കീർത്തനം 107:10-20 എന്നാൽ 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും. ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും. ഗോഗ്, മാഗോഗ് എന്നിവയെ യുദ്ധത്തിനായി അവർ ഒന്നിച്ചിരിക്കും. അവരുടെ സംഖ്യ കടൽ പർവ്വത മണൽത്തരികളോളമായിരിക്കും. അവർ ഭൂതലത്തിൽ കയറുമെന്ന് വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും വളരും. എന്നാൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവർ വീഴുന്നു. അവരെ വഴിതിരിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജ പ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ വ്യാപക നിത്യകാലത്തേക്ക് അവർ പ്രവർത്തിച്ചു. 66:5-16 സ്വർഗത്തിൽ അഗ്നി ഇറക്കുന്നതുണ്ട്.